പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്ററിലെ കോർ പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്കണോമിക് അനാലിസിസ് 2. അതിൽ ഓരോ മൊഡ്യൂളിലെയും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറുമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഡിഫറൻഷ്യൽ കാൽക്കുലേസ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫൈൻ ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ടു ചേഞ്ച് ഇൻ ഫംഗ്ഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ആർഗ്യുമെൻറ്റ് വാല്യൂ. ഫംഗ്ഷൻ വാല്യൂവിൽ ഉള്ള മാറ്റം എന്തിനനുസരിച്ച്? അതിൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂവിൻ്റെ മാറ്റത്തിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ. സിയിലുള്ള മാറ്റം വൈയിലെ മാറ്റത്തിനനുസരിച്ച്. വൈയിലൊരു മാറ്റം ഉണ്ടായാൽ സിയിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആർഗ്യുമെൻറ്റ് വാല്യൂ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വാല്യൂവിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വാല്യൂവിൽ എത്ര മാറ്റം ഉണ്ടാവുമെന്ന് ഇതിനെന്ത് പറയാം? ഡെറിവേറ്റീവ് എന്ന് നമ്മൾ പറയാം. അതിൻ്റെ എത്ര മാറ്റം എന്ന് കണ്ടുപിടിക്കുന്നതിന്. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ്സ് നോൺ ആസ് ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവ് കണ്ടെത്തുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഒരു എക്കണോമിക് റൂൾ ഇതനുസരിച്ച് സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ കൺസംഷന് ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻകത്തിലൊരു മാറ്റം ഉണ്ടായാൽ കൺസംഷനിൽ എത്ര മാറ്റം ഉണ്ടായി അത് നമ്മൾ സൂചിപ്പിക്കുക ചേഞ്ച് ഇൻ സി ബൈ ചേഞ്ച് ഇൻ വൈ. ഇങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് പറയാറുണ്ട്. അല്ലെങ്കിൽ DC ഡിവൈഡഡ് ബൈ DY. വൈയിലൊരു മാറ്റം ഉണ്ടായാൽ സിയിൽ എത്ര മാറ്റം ഉണ്ടാകണം, ഓക്കെ, കൺസംഷനിൽ എത്ര മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് സി ബൈ ചേഞ്ച് വൈ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് റൂൾ ഓർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. പ്രൊഡക്റ്റ് റൂള്, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് ഡെറിവേറ്റീവ് ആണ്, ഡിഫറൻസിയേഷൻ്റെ റൂളാണ്. പ്രൊഡക്റ്റ് റൂള്, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷനുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്ത് ചെയ്താൽ രണ്ട് ഫംഗ്ഷൻ യു എന്ന ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡ് വി എന്ന സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് കോഷ്യൻ്റ് റൂൾ ഓർ ഡിവിഷൻ റൂൾ. കോഷ്യൻ്റ് റൂളും ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ആണെങ്കിൽ, റേഷ്യോയിലാണെങ്കിൽ യു ബൈ വൈ അല്ലെങ്കിൽ യു ബൈ വി എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെയാ. ഇനി അടുത്ത് ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ റൂൾ. ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് യു ആണ്, യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണെങ്കിൽ എക്സിൽ ഒരു മാറ്റം ഉണ്ടായാൽ വൈയിൽ എത്ര മാറ്റം ഉണ്ടാവും കണ്ടുപിടിക്കുക. അതാണ് ചെയിൻ റൂൾ എന്ന് പറയാം. ഇതിൻ്റെ ഡെറിവേറ്റീവിൽ നിന്ന് ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് ചെയിൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ. അത് കാണാറുള്ളത് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ വൈ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് യുവിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു യു ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഇനി അടുത്തത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, അതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണുന്നതിനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. വീണ്ടും ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിനെ തേർഡ് ഡെറിവേറ്റീവ് എന്ന് നമ്മൾ പറയും. അതിനാണ് ഹയർ ഓർഡർ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x dy/dx ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിഫറൻസിയേറ്റിംഗ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടതിനെ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നതിന് എന്താ പറയുക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. വീണ്ടും നമ്മൾ കാണുന്നതിന് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x പവർ 4 പ്ലസ് 4x³ പ്ലസ് 3x² പ്ലസ് 10x. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 20x³ പ്ലസ് 12x² പ്ലസ് 6x പ്ലസ് 10. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f′′ ഈക്വൽ ടു 20x³ എന്താവും? 60x² പ്ലസ് 24x പ്ലസ് 6
ഇതായിരിക്കും സെക്കൻഡ് ഓർഡർ. ഇനി തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആകുമ്പോൾ 120 എക്സ് പ്ലസ് 24. അടുത്തത് കാണുകയാണെങ്കിൽ 120 ഇട്ടു. അടുത്ത് കാണുകയാണെങ്കിൽ 120, വീണ്ടും കാണുകയാണെങ്കിൽ 0. ഓക്കെ. ഇനി അടുത്ത കോൺകേവിറ്റി ആൻഡ് കോൺവെക്സിറ്റി. കോൺകേവിറ്റിയും കോൺവെക്സിറ്റി ഉണ്ട്. കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് കോൺവെക്സ് അറ്റ് എക്സ് ഈക്വൽ ടു ഇഫ് ഇൻ ഏരിയ വെരി ക്ലോസ് ടു ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ ഈസ് ലൈസ് കംപ്ലീറ്റ്ലി അബവ് ഇസ് ടാൻജൻ ലൈൻ. ടാൻജൻ ലൈനിന് മുകളിലായിരിക്കും എന്തുണ്ടാവുക, ഗ്രാഫ് ഉണ്ടാവുക, കർവ് ഉണ്ടായിരിക്കുക. ടാൻജൻ ലൈനിന് മുകളിലായിരിക്കും കർവ് ഉണ്ടായിരിക്കുക. അതിനെന്താ പറയുക, കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, കോൺവെക്സ് ഫംഗ്ഷൻ. അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കോൺവെക്സ് ഫംഗ്ഷനിൽ എന്തായിരിക്കും, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡബിൾ ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഫംഗ്ഷൻ ഈസ് സാറ്റ് ടു ബി കോൺവെക്സ് ഫംഗ്ഷൻ ഇൻ എ ഗിവൺ ഇൻ്റർവെൽ. ഓക്കെ. ഇനി കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ലൈസ് കംപ്ലീറ്റ്ലി ബിലോ ഇസ് ടാൻജൻ ലൈൻ. ടാൻജൻ ലൈനിന് അടിയിലായിരിക്കും ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഉണ്ടാവുക. അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഈസ് നെഗറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ലെസ് ദാൻ ഈസ് 0 ഈസ് കാൾഡ് കോൺകേവ് ഫംഗ്ഷൻ. നോക്കുക, ഗ്രാഫ് ഈസ് ദ ബിലോ ദ ടാൻജൻറ്റ് ലൈൻ. ഇനി ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഈസ് എ പോയിൻ്റ് ഓൺ ദ ഗ്രാഫ് വേർ ദ ഫംഗ്ഷൻ ക്രോസസ് ഈസ് ടാൻജൻ ലൈൻ. ടാൻജൻ ലൈനെ ക്രോസ് ചെയ്തിട്ട് ആൻഡ് ചേഞ്ച് ഫ്രം കോൺകേവ് ടു കോൺവെക്സ് ഓർ വൈസ് വേഴ്സ. കോൺവെക്സിൽ നിന്നും കോൺകേവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റിന് എന്ത് പറയാം, ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഈ പോയിൻറ്റിന് എന്ത് പറയാം, ഇൻഫ്ലക്ഷൻ പോയിൻ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കും, എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ കോൺവെക്സിൽ ഗ്രേറ്റർ ദാൻ 0, കോൺകേവിൽ ലെസ് ദാൻ 0, ഇൻഫ്ലക്ഷൻ പോയിൻറ്റിൽ ഈക്വൽ ടു 0 ആയിരിക്കും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി ഒപ്റ്റിമൈസേഷൻ ഓഫ് ഫംഗ്ഷൻ. ഒപ്റ്റിമൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മിനിമോ അല്ലെങ്കിൽ മാക്സിമോ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് എന്ന് പറയാം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ മിനിമൻ്റെ കണ്ടീഷനാണെന്ന് പറയുന്നത്, ആദ്യത്തെ കണ്ടീഷൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ടേക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത് 2 മാർക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈക്വൽ ടു 0 വയ്ക്കുക. സോൾവ് ഫോർ ദ ക്രിട്ടിക്കൽ പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കാണുക. ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് നെസസറി കണ്ടീഷൻ ഓർ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് നമ്മൾ ഇതിനെ പറയും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ അതിൽ കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക. ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0ക്ക് അടിയിലാണെങ്കിൽ അതിന് നമ്മൾ റിലേറ്റീവ് മാക്സിമം എന്ന് പറയും, കോൺകേവ് ഫംഗ്ഷൻ ആയിരിക്കും. 0ക്ക് മുകളിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0ക്ക് മുകളിലാണെങ്കിൽ അതിനെ കോൺവെക്സ് ഫംഗ്ഷൻ എന്നും റിലേറ്റീവ് മിനിമം എന്നും പറയും. ഇനി എഫ് അതിൻ്റെ വാല്യൂ 0ന് ഈക്വൽ ആണെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് എന്ന് പറയും. ഈ കണ്ടീഷനെ നമ്മൾ പറയാം സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഓർ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ കുറച്ച് മൈക്രോ എക്കണോമിക്സിലെ പാർട്ടുകൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇതിൽ നമ്മൾ മാർജിനൽ കോൺസെപ്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ആവറേജ് കോൺസെപ്റ്റുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മാർജിനൽ കോസ്റ്റിൻ്റെ AC, മാർജിനൽ റവന്യൂൻ്റെ AR. ഓക്കെ, കോസ്റ്റ് പെർ ഔട്ട്പുട്ടാണ് ആവറേജ് കോസ്റ്റ്. കോസ്റ്റ് പെർ റവന്യൂ പെർ ഔട്ട്പുട്ടാണ് ആവറേജ് റവന്യൂ. അപ്പോൾ നമുക്ക് മാർജിനൽ കോൺസെപ്റ്റുകൾ നോക്കാം. ഫസ്റ്റത്തേത് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഇൻഡീഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഒരു മാറ്റം ഉണ്ടായാൽ എത്രത്തോളം ടോട്ടൽ കോസ്റ്റിൽ എത്രത്തോളം മാറ്റം, അതിനെന്ന് പറയാം മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റിലുള്ള മാറ്റം എന്തിനനുസരിച്ച് അഡീഷണൽ ആയിട്ട് ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാകും. അത് കണ്ടുപിടിക്കുക. നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാർജിനൽ കോസ്റ്റ് കിട്ടുക. MC=DTC / DQ. ഇനി അടുത്ത മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ട് ഫ്രം സെല്ലിംഗ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സെല്ല് ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എന്ന് പറയാം മാർജിനൽ റവന്യൂ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ആണ് എന്ത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ DTR / DQ. ഇനി അടുത്ത് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാൻ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് റിസൾട്ട് ഫ്രം ദ യൂണിറ്റ് ചേഞ്ച് ഇൻ കൺസംഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മൾ കൺസംഷൻ ചെയ്യാണ്, അഡീഷണൽ ആയിട്ട് നമ്മൾ 1 more യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റത്തെ എന്ത് പറയുക, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എന്ത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി = DTU / DX.
ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റം, ഇൻപുട്ടിൽ ഒരു മാറ്റം ഉണ്ടായാൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിനെന്ത് പറയാം, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഉണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബ്രോട്ട് അബൌട്ട് സ്മോൾ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ വെൻ ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. മറ്റു ഫാക്ടേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് ക്യാപിറ്റലിൽ ഒരു മാറ്റം ഉണ്ടായാൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റമുണ്ട് അതിനെന്ത് പറയാം, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ദോ ക്യൂ ഡിവൈഡ് ബൈ ദോ കെ. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് ദോ എന്നുള്ള സിമ്പിൾ വന്നത്. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബ്രോട്ട് അബൌട്ട് ദ ബൈ എ സ്മോൾ ചേഞ്ച് ഇൻ ലേബർ വെൻ ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. മറ്റു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന എത്ര മാറ്റം ഉണ്ടായി, ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം അതിനെന്ന് പറയാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയാം. MPL = ദോ ക്യൂ ഡിവൈഡ് ബൈ ദോ എൽ. ഇനി അടുത്തത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. എല്ലാവർക്കും അറിയുന്നതാണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നതിനെ നമ്മൾ എന്താ പറയുക, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വി മീൻ ദിസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് റേഷ്യോ ഓഫ് പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഫംഗ്ഷൻ കമോഡിറ്റി ടു പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ഇസ് പ്രൈസ്. സപ്പോസ് വി ഹാവ് ഡിമാൻഡ് ഫംഗ്ഷൻ Q = ഫംഗ്ഷൻ ഓഫ് P. Q is the quantity demanded and P the price. Then elasticity demand is equal to dq divided by dp into p by q. dq divided by dp എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഡിമാൻഡ് ഫംഗ്ഷൻ്റെ p ഡിവൈഡ് p എന്ന് പറയുന്ന പ്രൈസ്, q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ഇനി ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വളരെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് പറഞ്ഞതെങ്കിൽ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ ഇൻകത്തിലൊരു മാറ്റം, കൺസ്യൂമറുടെ ഇൻകത്തിലൊരു മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. റെസ്പോൺസിന് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം dq ഡിവൈഡ് ബൈ dy ഇൻറ്റു y ബൈ q. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇൻകം. ഇനി ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിനാണ്, റിലേറ്റീവ് ഗുഡ്സ് ഉള്ള അതിൻ്റെ പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് നമ്മളെ മുന്നിൽ കോംപ്ലിമെൻറ്റ് ഗുഡുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുണ്ട്. എക്സും വൈ എന്ന രണ്ട് കമോഡിറ്റി ഉണ്ടെങ്കിൽ വൈൻ്റെ പ്രൈസിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാകുന്നുണ്ട് അതിനെന്ത് പറയുക, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് EXY = ദോ QX ഡിവൈഡ് ബൈ ദോ PY ഇൻറ്റു PY ബൈ QX. ഇതിൽ ദോ QX ഡിവൈഡ് ബൈ ദോ PY എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. ഇതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂള്, ഫസ്റ്റ് മൊഡ്യൂള് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.